മാഷും ടീച്ചറിന്റെയും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നാളെ 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഉത്കൃതനമാണ് പരീക്ഷ വരുന്നത് അല്ലെ. ഇന്റഗ്രേഷൻ ഡേ 2 ആണ് എക്സാം വരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു എക്സാം കഴിഞ്ഞിട്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഇന്ന് എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കില്ലേ? ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാം അല്ലെ. അപ്പൊ അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് ടീച്ചർക്ക് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കൂട്ടുകാരെ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. വീക്കിലി 3 ഡേയ്സ് ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുക കേട്ടോ. സിൽവർ ബട്ടൺ എടുത്താൽ മതി. മന്ത്ലി വെറും 89 രൂപ മാത്രമേ മക്കൾക്ക് ചാർജ് ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ വേഗം നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിലോട്ട് പോവാം അല്ലെ. ഓക്കെ മക്കളെ, അപ്പൊ മക്കൾക്ക് നാളെ എക്സാമിന് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് നിറം നൽകാം എന്ന് പറയുന്ന ഒരു പ്രവർത്തനമായിരിക്കും കേട്ടോ. അപ്പൊ ഇന്നും നമുക്ക് നിറം നൽകാനായിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ പട്ടത്തിന് നിറം നൽകിയിട്ടില്ലേ. അപ്പൊ നാളെയും നമുക്ക് നിറം നൽകാനായിട്ടുള്ള ഒരു പ്രവർത്തനം പ്രതീക്ഷിക്കാം. അത് ഇന്നത്തെ പോലെ ചെറിയൊരു പിക്ചർ ആയിരിക്കില്ല, ചിലപ്പോൾ വലിയൊരു പിക്ചർ ആവാനാണ് സാധ്യത കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ഇന്ന് കൊണ്ടുപോയപ്പോൾ തന്നെ നാളെയും നിങ്ങളുടെ കളർ പെൻസിൽ കയ്യിൽ കൊണ്ടുപോകണം. എന്നിട്ട് ചിത്രങ്ങൾക്ക് യോജിച്ച രീതിയിൽ നിറം നൽകണം കേട്ടോ. നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ മക്കൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു പൂന്തോട്ടത്തിന്റെ ചിത്രമാണ് തന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പം അത്തരത്തിൽ കുറച്ച് വലിയ ചിത്രമായിരിക്കും മക്കൾക്ക് തരുന്നുണ്ടായിരിക്കാം. അപ്പൊ അതിനെന്ത് ചെയ്യണം മക്കള്, യോജിച്ച രീതിയിൽ നിറം നൽകണം കേട്ടോ. എന്നിട്ട് ആ പൂന്തോട്ടത്തിലെ കാഴ്ചകളെ കുറിച്ചോ അല്ലെങ്കിൽ മക്കൾ നിറം നൽകിയിട്ടുള്ള ആ ഒരു പിക്ചറിനെ കുറിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് എഴുതാൻ പറയുകയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എഴുതണം കേട്ടോ. ഒരു പൂന്തോട്ടമൊക്കെ ആണെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കാണാം. പൂക്കള് കാണാം, പൂമ്പാറ്റകളെ കാണാം അല്ലെ, തുമ്പികളെ കാണാം, വണ്ടുകളെ കാണാം, അതുപോലെ തന്നെ പൂമ്പാറ്റകളെ കാണാം അല്ലെ, പിന്നെ ഒരുപാട് കിളികളെ കാണാം. ഇങ്ങനെ ഒത്തിരി കാഴ്ചകളൊക്കെ ഉണ്ടായിരിക്കല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇന്ന് നമ്മൾ പട്ടത്തിന്റെ കാഴ്ച എഴുതിയില്ലേ, ഏകദേശം അതുപോലൊക്കെ തന്നെയായിരിക്കും മക്കൾക്ക് എഴുതാനായിട്ടുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾക്ക് നിറം നൽകാം എന്നുള്ള ഒരു പ്രവർത്തനം നമുക്ക് നാളെയും പ്രതീക്ഷിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പൂക്കളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ പൂക്കളുമായിട്ട് ബന്ധപ്പെടുത്തി ഇന്ന് നമുക്ക് ചോദിക്കാത്ത ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നാളെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും കണ്ടതായിട്ട് വന്നിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു പൂക്കളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ള ടീച്ചർ മുന്നേ കുറെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ടീച്ചർ എന്ത് ചെയ്യുക, ഒരിക്കൽ കൂടി പറയാട്ടോ. പൂക്കളുടെ കാര്യത്തോട്ട് വരുമ്പോ നമുക്കറിയാലേ, പൂക്കൾ എല്ലാ പൂക്കളും ഒരുപോലെയാണോ? അല്ല അല്ലെ, എല്ലാ പൂക്കളും വ്യത്യസ്തരാണ്. ഏതൊക്കെ കാര്യത്തിനാണ് അവർ വ്യത്യസ്തരായിരിക്കുന്നത്? നിറത്തിൽ വ്യത്യസ്തരാണ്, വലുപ്പത്തിൽ വ്യത്യസ്തരാണ് അല്ലെ, അതുപോലെ തന്നെ മണത്തിൽ വ്യത്യസ്തരല്ലേ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പൂക്കൾ എന്താണ്, വ്യത്യസ്തരാണ് അല്ലെ. അപ്പൊ അതെല്ലാം മക്കൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതായത് നമ്മൾ പലതരം പൂക്കള് പഠിക്കുന്നുണ്ട് അല്ലെ. ചെമ്പരത്തിപ്പൂവ്, കോളാമ്പിപ്പൂവ്, മുക്കുറ്റിപ്പൂവ്, പിന്നെ ശംഖുപുഷ്പം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള പൂക്കളെല്ലാം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ ക്ലാസ്സിൽ. അപ്പൊ അതിന്റെയൊക്കെ നിറങ്ങൾ മക്കൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം കേട്ടോ. ചിലപ്പോൾ ടീച്ചർ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ പൂക്കളുടെ ചിത്രങ്ങൾ തന്നുകൊണ്ട് അവയ്ക്ക് യോജിച്ച രീതിയിലുള്ള നിറം നൽകാനായിട്ട് പറയാം. അതോടൊപ്പം തന്നെ ഈ പൂക്കളുടെ ഭാഗത്ത് പിന്നെ മക്കൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പൂക്കളുടെ നിറങ്ങളാണ് കേട്ടോ. പൂക്കളുടെ നിറങ്ങളാണ്. മക്കൾക്ക് നിറങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് യോജിച്ച രീതിയിൽ നിറം നൽകാനുള്ള ഒരു പ്രവർത്തനം വരാം. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളടുത്ത് ചോദിക്കാം, വെള്ള നിറത്തിലുള്ള പൂക്കളുടെ പേരുകൾ, ഏതെങ്കിലും 1ഓ 2ഓ പൂവിന്റെ പേരുകൾ എഴുതാനൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ വെള്ള നിറത്തിലുള്ള പൂക്കളുടെ പേര്, ചുവപ്പ് നിറത്തിലുള്ള പൂക്കളുടെ പേര്, മഞ്ഞ നിറത്തിലുള്ള പൂക്കളുടെ പേര്, ഇത് മൂന്നും കുറച്ച് അധികം ഇമ്പോർട്ടന്റ് ഉള്ളതാണ്. അപ്പൊ അതൊന്ന് മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. വെള്ള നിറം എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് പൂവ് ഓർമ്മ വരുന്നത്? നമ്മുടെ മുല്ലപ്പൂവ്, തുമ്പപ്പൂവിനൊക്കെ ഏത് നിറമാണ് മക്കളെ? വെള്ള നിറമാണ് വരുന്നത് അല്ലേ. പിന്നെ ചുവപ്പ് പൂവ് എന്ന് പറയുന്ന സമയത്ത് ഏതൊക്കെയുണ്ട്? നമ്മുടെ തെച്ചിപ്പൂവ്, ചെമ്പരത്തി ഒക്കെ എന്താണ്, ചുവപ്പ് നിറത്തിലാണ് അല്ലെ. മഞ്ഞ നിറത്തിൽ എന്ന് പറയുമ്പോൾ കോളാമ്പി, അതുപോലെ തന്നെ നമ്മുടെ മുക്കുറ്റിയൊക്കെ ഏത് നിറത്തിലാണ് മക്കളെ? അതുപോലെ സൂര്യകാന്തി ഒക്കെ മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് അല്ലെ. അപ്പൊ അതൊന്നും മക്കൾ ഓർത്തിരിക്കുക. പിന്നെ വെള്ള നിറത്തിലുള്ള പൂക്കൾ കേട്ടോ, വെള്ള നിറത്തില്, ചുവപ്പ് നിറത്തില്, മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, പൂക്കളുടെ ഇതളുകളുടെ കാര്യവും മക്കൾക്കൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. പ്രധാനമായിട്ടും നമ്മൾ 5 ഇതളുള്ള പൂക്കളുകളെ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലെ. 5 ഇതളുള്ള പൂക്കളുടെ പാട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കോളാമ്പി, മുക്കുറ്റി, ചെമ്പരത്തിക്കൊക്കെ എത്ര ഇതളാണ് മക്കളെ? 5 ഇതളാണുള്ളത്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. 5 ഇതളുള്ള പൂക്കളുടെ പേരുകൾ ഒന്ന് ഓർത്തിരിക്കുക. 4 ഇതളുള്ള പൂക്കളുടെ പേരുകൾ ഓർത്തിരിക്കുക. 3 ഇതളുള്ള പൂക്കളുടെ പേരുകൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി എല്ലാ മക്കൾക്ക് ഓർക്കാനായിട്ട് പ്രയാസം ഉണ്ടെങ്കിൽ 5 ഇതളെങ്കിലും മക്കൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ മക്കളെ, ഈ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ തെങ്ങിൻ പൂവില്ലേ, തെങ്ങിൻ പൂവിന് എത്ര ഇതളാണുള്ളത്?
ഓർമ്മയുള്ള കൂട്ടുകാർ എന്ത് ചെയ്യണം, നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ തെങ്ങിൻ പൂവിന് എത്ര ഇതളുകളാണ് ഉള്ളതെന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പൂക്കളുടെ കാര്യത്തിൽ വരാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിക്കാനാണ് കേട്ടോ. പൂക്കളുടെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിക്കാൻ അത് നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വലിയ കുട്ടയും അതുപോലെ തന്നെ ഒരു ചെറിയ കുട്ടയും വെച്ചിട്ട് വലിയ പൂക്കളെ വലിയ കുട്ടയിലേക്ക് വരയ്ക്കാനും ചെറിയ പൂക്കളുടെ ചിത്രങ്ങളെ ചെറിയ കുട്ടയിലേക്ക് വരയ്ക്കാനായിട്ടുള്ള ഒരു പ്രവർത്തനം അല്ലെ. അതിൽ നമുക്ക് റോസ്, ചെമ്പരത്തി, അതുപോലെ തന്നെ നമ്മുടെ തെച്ചിപ്പൂവ് അല്ലെ, ചെത്തിപ്പൂവ്, പിന്നെ അതുപോലെ തന്നെ മുല്ല, താമര എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള പൂക്കളുടെ ചിത്രങ്ങളൊക്കെയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അതിൽ ചെറിയ പൂവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുല്ലപ്പൂവും അതുപോലെ തന്നെ ചെത്തിപ്പൂവാണ് എന്ത് ചെറുതായിട്ട് വരുന്നത് അല്ലെ. വലുതിൽ ഏതൊക്കെ വരും, നമ്മുടെ ചെമ്പരത്തി, താമര തുടങ്ങിയിട്ടുള്ള പൂക്കളൊക്കെ വലുതിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അല്ലെ. അപ്പം അതേ രീതിയിലുള്ള ഒരു ചോദ്യം മക്കൾക്ക് വരും കേട്ടോ. അതായത് വലിപ്പമുള്ള പൂക്കൾ ഏതാണ്, ചെറിയ പൂക്കൾ ഏതാണ് എന്നുള്ള രീതിയിൽ മക്കൾക്ക് ചിലപ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ ഈ പൂക്കളുടെ ഭാഗത്തിൽ നിന്ന് വരാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അത്രയാണ് ഈ പൂക്കളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വരാവുന്ന മറ്റൊരു കാര്യമാണ് ചിത്രം നോക്കി വാക്യം എഴുതൂ എന്നത് കേട്ടോ. ചിത്രം നോക്കിയിട്ട് വാക്യം കണ്ടെത്തി എഴുതാനായിട്ട് പറയും. അതും ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ തരാനാണ് സാധ്യത കേട്ടോ. എന്നിട്ട് ആ ചിത്രം നോക്കിയിട്ട് അതിന് യോജിച്ച വാക്യം എഴുതാനായിട്ട് ചോദിക്കൂ കേട്ടോ. അപ്പൊ കുറെ പറവകൾ ഇങ്ങനെ പാറുന്ന ഒരു ചിത്രമാണ് തന്നതെന്ന് വിചാരിക്കുക. കുറെ പക്ഷികൾ ഇങ്ങനെ പാറുന്ന ചിത്രമാണ് തന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ അതിന് നമുക്ക് ഏത് വാക്യം എഴുതാം? പറവ പാറി എന്ന് പറയുന്ന വാക്യം എഴുതാലോ. ഓക്കെ മക്കളെ, അപ്പം അതേ രീതിയിൽ നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ തന്നുകൊണ്ട് ചിത്രത്തിന് യോജിച്ച രീതിയിൽ വാക്യങ്ങൾ എഴുതാനായിട്ട് പറയാം. നമ്മുടെ പൂവ് ചിരിച്ചു, അതുപോലെ തന്നെ മഴ വന്നു, ആട് വന്നു, പുഴു വന്നു എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള വാക്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മക്കളൊന്ന് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ചിത്രം നോക്കി വാക്യം എഴുതാം എന്നുള്ള പ്രവർത്തനം നമുക്ക് ആ രീതിയിലാണ് വരിക കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് വരികൾ ചേർക്കാം എന്ന പ്രവർത്തനമാണ് കേട്ടോ. ഏതാണ്? വരികൾ ചേർക്കാം എന്ന പ്രവർത്തനമാണ്. അവിടെ മക്കൾക്ക് എന്ത് ചെയ്യും, ചെറിയൊരു പാട്ട് തന്നിട്ട് അതിലേക്ക് യോജിച്ച രീതിയിൽ കൂടുതൽ വരികൾ മക്കളെടുത്ത് എഴുതാനായിട്ട് പറയും കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ടീച്ചർ ഇവിടെ ചെറിയൊരു പാട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴിഞ്ഞ വർഷം നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ ഒരുപാട് കളികളൊക്കെ പരിചയപ്പെടുന്നില്ലേ? അപ്പൊ ഒരുപാട് കളിപ്പാട്ടങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. തെങ്ങോല ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് വരുന്ന ഒരു പാട്ടാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, ഇതിന്റെ അടുത്ത് കുറെ ചിത്രങ്ങൾ തന്നു, കുറെ കളിപ്പാട്ടങ്ങളുടെ ചിത്രങ്ങൾ. പീപ്പി, ഓലപ്പാമ്പ്, കണ്ണട, പന്ത്, പമ്പരം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കളിപ്പാട്ടങ്ങളുടെ ചിത്രങ്ങളും തന്നിട്ടായിരുന്നു നമുക്ക് ഈ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് നോക്കിക്കേ, കളി കളി കളിച്ചിരി, ചിരി ചിരി കളിച്ചിരി, കളിച്ചിരി നല്ല കളിപ്പാട്ടം, പമ്പരമാണേ കളിപ്പാട്ടം അല്ലെ. അതുപോലെ മക്കളടുത്ത് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്, കൂടുതൽ വരികൾ ഈ പാട്ടിലേക്ക് ചേർക്കാനാണ്. ഇവിടെ 2 ലൈൻസും കൂടി നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, കളി കളി കളിച്ചിരി, ചിരി ചിരി കളിച്ചിരി അല്ലേ. അതായത് നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഈ 4 വരിയിൽ നിന്ന് വീണ്ടും വരി നമ്മൾ എന്ത് ചെയ്തു, 2 വരി ഇവിടെ റിപ്പീറ്റ് ചെയ്ത് എഴുതിയതാണ് അല്ലെ. എന്നിട്ട് നമ്മൾ ഇവിടെ മക്കള് വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാനായിട്ട് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇവിടെ ഈ ഒരു കളിപ്പാട്ടത്തിന്റെ പേര് മാത്രം മാറ്റി കൊടുത്താൽ പോരെ, എങ്കിൽ നമുക്ക് പുതിയൊരു പാട്ടായിട്ട് മാറില്ലേ. നോക്കിക്കേ മക്കളെ, ഇവിടെ ഇപ്പൊ നമ്മൾ എഴുതിയത് എന്താണ്, കളി കളി കളിച്ചിരി, ചിരി ചിരി കളിച്ചിരി. 3ാമത്തെ വരി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന വരിയാണ്. എന്താണ്? കളിച്ചിരി നല്ല കളിപ്പാട്ടം എന്നത് അല്ലെ. എന്താണ്? കളിച്ചിരി നല്ല കളിപ്പാട്ടം എന്ന ലൈൻ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ലൈനാണ് അല്ലെ. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ എന്താണ് എഴുതിയത്, പമ്പരമാണ് കളിപ്പാട്ടം എന്നാണ് എഴുതിയിട്ടുള്ളത് അല്ലെ. അപ്പൊ ആ പമ്പരത്തിന് പകരം ടീച്ചർ പറഞ്ഞല്ലോ വേറെ കുറെ കളിപ്പാട്ടങ്ങളുടെ ചിത്രങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ഓലപ്പാമ്പ് തന്നിട്ടുണ്ടായിരുന്നു, കണ്ണട തന്നിട്ടുണ്ടായിരുന്നു, പന്ത് തന്നിട്ടുണ്ടായിരുന്നു, പീപ്പി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി കളിപ്പാട്ടങ്ങളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്നിന്റെ പേര് വെച്ചിട്ട് മക്കൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ മാത്രം മാറ്റി കൊടുത്താൽ മതി. പമ്പരത്തിന് പകരം എന്ത് ചെയ്താൽ മതി, പമ്പരം മാറ്റിയിട്ട് അതിന് പകരം പീപ്പി ആണേ കളിപ്പാട്ടം എന്ന് എഴുതിയാലും മക്കൾക്ക് മുഴുവൻ മാർക്കും കിട്ടും കേട്ടോ. എന്ത് കിട്ടും? മുഴുവൻ മാർക്കും കിട്ടും. അപ്പൊ എന്ത് ചെയ്താൽ മതി, പീപ്പി ആണേ കളിപ്പാട്ടം അല്ലേ.
അല്ലെങ്കിൽ കണ്ണടയാണ്, കളിപ്പാട്ടം എന്നുള്ള രീതിയിൽ മക്കൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അവിടെ കളിപ്പാട്ടത്തിന്റെ പേര് മാത്രം മാറ്റിക്കൊടുത്ത് എഴുതാവുന്നതാണ്. അപ്പം ഇത്തരത്തില് ഒരു ചോദ്യം വരികയാണെങ്കിൽ മക്കൾ ചെയ്യല്ലോ. അതോടൊപ്പം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തതിൽ വേറൊരു പാർട്ട് ഇതുപോലെ നമ്മൾ ലൈൻ ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കാണാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും വീഡിയോ കാണുക കേട്ടോ, എങ്ങനെയാണ് വരികൾ കൂട്ടി ചേർത്ത് എഴുതുക എന്നുള്ള കാര്യം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ വരികൾ ചേർത്ത് എഴുതാം എന്നുള്ളതിൽ നമുക്ക് ഇത്തരത്തിലായിരിക്കും ചോദ്യങ്ങൾ വരാം. പിന്നെ നമുക്കുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കളികളെ കുറിച്ചാണ്. വിവിധ തരം കളികളെ കുറിച്ച് നമുക്ക് ഇന്ന് എക്സാമിന് കളികളെ കുറിച്ചിട്ടൊന്നും ചോദ്യങ്ങൾ വന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് ചിലപ്പോൾ നാളത്തെ എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കളികളിൽ ഉപകരണങ്ങൾ ആവശ്യമുള്ള കളികളുണ്ട്, ഉപകരണം ആവശ്യമില്ലാത്ത കളികളുണ്ട് അല്ലെ. ഇപ്പൊ ഉപകരണം ആവശ്യമില്ലാത്ത കളികൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാടാ? ഒളിച്ചുകളി, ചാടിക്കളി, അതുപോലെ തന്നെ തൊട്ടുകളി, കുളങ്കര തുടങ്ങിയിട്ടുള്ള കളികൾക്ക് എന്തെങ്കിലും ഉപകരണത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. ഒന്നുമില്ലാതെ തന്നെ നമുക്ക് കുറച്ച് കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടായാൽ മാത്രം നമുക്ക് കളിക്കാവുന്ന ഒരു കളിയാണ് എന്തെന്ന് പറയുന്നത്, ടീച്ചർ മേൽപ്പറഞ്ഞ കളികളല്ല അല്ലെ. പിന്നെ ടീച്ചർ ചോദിക്കട്ടെ, നമ്മുടെ ക്രിക്കറ്റ്, ഫുട്ബോൾ, അതുപോലെ തന്നെ ഷട്ടിൽ ബാറ്റ് തുടങ്ങിയിട്ടുള്ള കളികളൊക്കെ ഇല്ലേ? പിന്നെ കഞ്ഞിയും കറിയും വെച്ച് കളിക്കല് തുടങ്ങിയുള്ള കളികളൊക്കെ കളിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ഇപ്പൊ ക്രിക്കറ്റ് കളിക്കാനാണെങ്കിൽ നമുക്ക് ബാറ്റും വേണം, ബോളും വേണം അല്ലെ. ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? പന്ത് വേണം അല്ലെ. അതായത് ടീച്ചർ ഇപ്പം പറഞ്ഞിട്ടുള്ള കളികളൊക്കെ കളിക്കണമെങ്കിൽ നമുക്ക് ഉപകരണങ്ങൾ ആവശ്യമാണ്. അപ്പൊ ഉപകരണങ്ങൾ ആവശ്യമുള്ള കളികളുണ്ട്, ഉപകരണങ്ങൾ ആവശ്യമില്ലാത്ത കളികളുണ്ട്. അപ്പൊ ആ കളികളുടെ പേരുകളൊന്നും മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ചോദ്യം വരാന്ന് വെച്ചാൽ കുറെ കളികളുടെ പേരുകൾ തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതിൽ ഉപകരണം ആവശ്യമില്ലാത്ത കളികൾ ഏതൊക്കെയാന്ന് കണ്ടെത്തിയിട്ട് വട്ടത്തിനുള്ളിലാക്കാനോ അല്ലെങ്കിൽ ഉപകരണം ആവശ്യമുള്ള കളികൾ ഏതാന്ന് കണ്ടെത്തിയിട്ട് അവയ്ക്ക് ടിക്കിടാനോ അതേ രീതിയിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നാളത്തെ എക്സാമിന് ഏകദേശം ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം മക്കൾ മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൂടി കാണാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം. അതോടൊപ്പം തന്നെ നമ്മുടെ മെമ്പർഷിപ്പിന്റെ കാര്യം പറയേണ്ട, പ്രത്യേകിച്ച് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ കൂട്ടുകാർക്ക് എഴുതാനും വായിക്കാനും ഒക്കെ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വീക്കിലി 3 ഡേ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കുക. ഓക്കെ മക്കളെ, അപ്പൊ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.